കമ്മട്ടം വെബ് സീരീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ നടൻ സുധേവ് നായർക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് നിർമ്മാതാവും 23 ഫീറ്റ് ബാനറിന്റെ ഉടമയും നടി ദുർഗാകൃഷ്ണയുടെ ഭർത്താവുമായ അർജുൻ എച്ച് രവീന്ദ്രൻ. നടൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ഇദ്ദേഹം ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയായിരുന്നു. അർജുന്റെ പത്രക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഒരു സ്വതന്ത്ര ചലച്ചിത്ര നിർമ്മാതാവ് എന്ന നിലയിൽ കലയോടുള്ള ബഹുമാനം, സിനിമയെന്ന മാധ്യമത്തോടുള്ള ആദരവ്, അതിലുപരി ഒരു ലൊക്കേഷനിൽ ഓരോ ജോലി ചെയ്യുന്ന മനുഷ്യനോടുമുള്ള മര്യാദ എന്നീ ലളിതമായ തത്വങ്ങളിലാണ് ഞാൻ 23 ഫീറ്റ് കെട്ടിപ്പടുത്തത്. ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന 100-ലധികം വരുന്ന സാങ്കേതിക വിദഗ്ധരുടെയും അസിസ്റ്റന്റ്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും കഠിനാധ്വാനത്തിലും ത്യാഗത്തിലുമാണ് ഓരോ സിനിമാ സെറ്റുകളും മുന്നോട്ട് പോകുന്നത്. കമ്മട്ടം വെബ് സീരീസിന്റെ നിർമ്മാണ വേളയിൽ ഞങ്ങളുടെ ബാനറിന് വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ബജറ്റ് സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ആ പ്രതിസന്ധികളിലൊക്കെയും ഒപ്പം നിന്ന് പ്ലാറ്റ്ഫോം പങ്കാളികൾക്ക് നൽകിയ വാക്ക് പാലിക്കുകയും കഠിനാധ്വാനം ചെയ്ത ഓരോ ക്രൂ അംഗത്തിനും അർഹിച്ച ഓരോ രൂപയും കൃത്യമായി നൽകുകയും ചെയ്യുക എന്നതിനായിരുന്നു എൻ്റെ പ്രഥമ പരിഗണന. കമ്മട്ടത്തിലെ ഒരു അണിയറ പ്രവർത്തകന് പോലും ഒരു രൂപ പോലും ഇനി നൽകാൻ ബാക്കിയില്ല. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ക്ഷമയെയും പ്രൊഫഷണൽ മര്യാദയെയും ദുരുപയോഗം ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സ് തകരുകയാണ്. നടൻ തന്റെ പുതിയ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് സമയോചിതമായി വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ അപകീർത്തികരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം എന്നെ മാത്രമല്ല ആക്രമിച്ചത്, ഞങ്ങളുടെ മുഴുവൻ പ്രൊഡക്ഷൻ ടീമിനെയും നിന്ദിക്കുകയാണ് ചെയ്തത്. വളരെ ചെറിയ ബജറ്റിൽ നിർമ്മിച്ച ഈ വെബ് സീരീസിന്റെ ബജറ്റ് പരിധികൾ ലംഘിച്ചു പോലും അദ്ദേഹത്തിന്റെ ആഡംബര താമസ സൗകര്യങ്ങൾ, ബിസിനസ് ക്ലാസ് യാത്രാ സൗകര്യങ്ങൾ, ജിം സൗകര്യങ്ങൾ തുടങ്ങിയ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് നിറവേറ്റി നൽകിയിരുന്നു എന്നതാണ് ഏറ്റവും വിഷമകരമായ വസ്തുത. അദ്ദേഹത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് ഷെഡ്യൂളുകൾ മാറ്റി നൽകുകയും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയത് മൂലമുണ്ടായ നഷ്ടങ്ങൾ വരെ ഞങ്ങൾ സഹിച്ചു. ഒരു പ്രൊഫഷണൽ മര്യാദയുടെ പേരിൽ ഞങ്ങൾ ഇതുവരെ നിശബ്ദത പാലിച്ചു. കമ്മട്ടത്തിന്റെ കരാർ പ്രകാരമുള്ള 3 ദിവസത്തെ പ്രൊമോഷൻ ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചത് ഞങ്ങൾ പുറത്തു പറഞ്ഞില്ല. പകരം പ്ലാറ്റ്ഫോം ആവശ്യപ്പെട്ട പോലെ പ്രൊമോഷനുകളിൽ അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ അവരെ പേടിയുണ്ട്. കഠിനാധ്വാനികളായ ക്രൂ അംഗങ്ങൾക്ക് നൽകേണ്ട പണം തടഞ്ഞുവെക്കാൻ അദ്ദേഹം പ്ലാറ്റ്ഫോം പങ്കാളികളുമായി നേരിട്ട് ഇടപെടാൻ ശ്രമിച്ചതിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചില്ല. തൊഴിൽപരമായ തർക്കങ്ങൾ മാധ്യമ സർക്കസുകളിലല്ല, കണക്കുകൾ തീർപ്പാക്കുന്നതിലൂടെയാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ മാന്യമായ വഴി തെരഞ്ഞെടുത്തു. കണക്കുകളിലെ സത്യാവസ്ഥ വളരെ വ്യക്തമാണ്. കരാർ ഒപ്പിട്ട 10 ലക്ഷം പ്രതിഫലത്തിൽ നികുതി ഉൾപ്പെടെ 7 ലക്ഷം ഇതിനകം നൽകിക്കഴിഞ്ഞു. പ്രൊഡക്ഷൻ ഹൗസിന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രമോഷൻ ചുമതലകൾ മനഃപൂർവ്വം നിർവഹിക്കാത്തതിനാൽ ഒപ്പിട്ട കരാർ പ്രകാരം ആ ദിവസങ്ങളിലെ തുക ആനുപാതികമായി കിഴിവ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓഡിറ്റിംഗിന് ശേഷമുള്ള യഥാർത്ഥ ബാക്കി തുക കേവലം 74,000 മാത്രമാണ്. ഈ തുക തീർപ്പാക്കുന്നതിനായി ഒരു ഔദ്യോഗിക GST ഇൻവോയ്സ് പോലും അദ്ദേഹത്തിന്റെ ടീം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ഈ ഇൻഡസ്ട്രിയിൽ നീതിപൂർവം പെരുമാറുന്നതും ക്ഷമയോടെ ഇരിക്കുന്നതും നിശബ്ദത പാലിക്കുന്നതും നിങ്ങളെ ഒരു ഇരയാക്കി മാറ്റുമെന്ന തിരിച്ചറിവ് വളരെ വേദനാജനകമാണ്. എൻ്റെ ടീമിനെയോ അക്കൗണ്ട്സ് വിഭാഗത്തെയോ ബന്ധപ്പെടാനോ ഇൻവോയ്സ് സമർപ്പിക്കാനോ തയ്യാറാകാതെ തൻ്റെ ചിത്രം റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ വരെ കാത്തുനിന്ന് വക്കീൽ നോട്ടീസ് അയക്കുകയും മാധ്യമങ്ങളെ ഉപയോഗിച്ച് ആക്രമണം അഴിച്ചുവിടുകയുമാണ് അദ്ദേഹം ചെയ്തത്.